ഹലോ ഗൈസ്, നമ്മൾ പാലക്കാട് എത്തിയതിന്റെ ബാക്കി കഥ കേട്ടില്ലല്ലോ നിങ്ങള്. പാലക്കാട് തീരെ ചൂടില്ലാത്ത സ്ഥലമായിട്ട് തലയെ മുണ്ടിട്ടിട്ട് ഇറങ്ങി. എന്നിട്ട് എന്റെ നാട്ടുകാരൊക്കെ നോക്കണ്ടേട്ടോ. നാട്ടുകാരൊക്കെ അപ്പൊ എനിക്കെന്താ അങ്ങനെ ചൂടും തണുക്കാൻ വേണ്ടി നമ്മള് മോരുവെള്ളം കുടിക്കാൻ പോയിട്ടോ. അവിടെ നിന്നപ്പോൾ ഏതൊരു സീത്താനും ബബിൾക്ക് നിന്ന് തുപ്പിട്ടിക്കണം. എന്റെ കാൽമേൽ ഒട്ടിയും ചെയ്ത് ഈ സാധനം പതിഞ്ഞ് പൊങ്ങുന്നതാണ് കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ മാത്രം പൊങ്ങില്ല, ബാക്കി എല്ലാവരും പൊങ്ങി. ആരുതായാലും പൊങ്ങിയാ പോരല്ലേ. എന്നിട്ട് നമ്മൾ നേരെ പോയത് ശൗചാലയത്തിലൊക്കെ അല്ലട്ടോ, പൊരയിലൊക്കെ. എന്നിട്ട് പൊരേന്ന് ഫുഡും കഴിച്ച് നാട് ചുറ്റാൻ പിന്നെ ഇറങ്ങി. അപ്പൊ ഇവിടെ ഉള്ളവര് പറഞ്ഞു ഇവിടെ എന്തോ അരുവിയോ തോടോ അങ്ങനെ എന്തോ ഉണ്ടെന്ന്. അപ്പൊ എന്തായാലും കാണാന്നുള്ളതിൽ നമ്മൾ പിന്നെ നടക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് നടക്കണം. ഇവിടെ ഫുള്ള് കവിന്റെ ഷിറ്റായോണ്ട് കാലപ്പുറം വെച്ചിട്ട് വേണം നടക്കാം. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് നടക്കുമ്പോൾ ഒരാൾ സ്വിച്ച് പോടാണ്ടില്ല. അങ്ങനെ നമ്മൾ കുറെ നടന്നതിന് ശേഷം സ്ഥലത്തെത്തി. ഈ സ്ഥലം ചാടി കിടന്നിട്ട് അപ്പുറത്തേക്ക് പോകണം കേട്ടോ. കുറച്ച് ഡേഞ്ചർ ആണ്, എന്നാലും എനിക്ക് ആ പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം പോകും. അങ്ങനെ ഞാൻ മുമ്പിൽ പോകുമ്പോൾ നമ്മളെ കുടുംബക്കാരൊക്കെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ബാക്കിൽ നിന്ന് ഒരു അലർച്ച നോക്കിയപ്പോ സബിയുണ്ട്. സബിന്റെ കാലിൽ മീൻ കുത്തിയല്ലോ, എന്താ ചെയ്യാ. അങ്ങനെ നമ്മൾ ചാടിക്കിടന്ന് അവിടെ ഇരുന്നിട്ട് ഒരു നല്ലൊരു ചട്ടിപ്പത്തിൽ നിന്ന് കുറച്ച് മീനും കൊടുത്ത്. അപ്പൊ ഒരാളുടെ കല്ലുമെന്ന് ഷോട്ടണ്. അവിടുന്ന് വീണാലോളം മാനകളൊക്കെ മാറിക്കോളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞെങ്കിൽ വെള്ളത്തിൽ കുളിക്കാൻ മാത്രം മടിയുള്ളൂ, അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഒരു മടി. പിന്നെ സമയം കുറെ ആയപ്പോൾ നമ്മൾ പുറേ പോയി. അങ്ങനെ ഒരു കട്ടൻ ചായം കുടിച്ച് കയറി കിടന്നുറങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.